മുഴുവൻ സഹപ്രവർത്തകരും ഈ ബാനറിന് മുൻവശമായി റോഡിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരും എല്ലാ സമരപരന്മാരും ഈ ബാനറിന് മുന്നിലായി റോഡിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കലക്ടറേറ്റിലേക്ക് നമ്മൾ ഈ പ്രതിഷേധ മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ പാടെ തകർത്ത കഴിവുകെട്ട മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ചുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ മാർച്ചിന് ഔപചാരികമായി സമരപരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഹിദ് കടലുണ്ടിയെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ആർ ഷഹീൻ, ബഹുമാനായിക്കൊണ്ടുള്ള DCCയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അവർ, മറ്റ് വിദ്യാർത്ഥി അടക്കം ഷാജർക്ക് അടക്കമുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മാധ്യമ പ്രവർത്തകരെ, ഇവിടെ നമ്മൾ വീണ ജോർജുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സമരങ്ങൾ സംഘടിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ജില്ലകൾക്കകത്ത് ഇതുപോലെയുള്ള മാർച്ചുകൾ നടന്നു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണത് മാത്രമല്ല ആരോഗ്യ മേഖലയുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് കോഴിക്കോട്ടുകാർക്ക് വളരെ കൃത്യമായി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അങ്ങ് കോട്ടയത്ത് ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണതാണെങ്കിൽ അത് പഴയ ബിൽഡിംഗ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് കോഴിക്കോട് ഏറ്റവും പുതിയൊരു ബിൽഡിംഗ് അത് തീപിടിച്ച് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം എത്ര അലിഗേഷൻസ് ആണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ചികിത്സാ പിഴവുമായി കൊണ്ട് ബന്ധപ്പെട്ട്, കൂടാതെ ചികിത്സ കിട്ടാത്തതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഒക്കെ വളരെ വലിയതായിക്കൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനായിക്കൊണ്ടുള്ള ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് പ്രകാരം ഇവിടെ ജില്ലയിലെ മെഡിക്കൽ കോളേജുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിനകത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ യോഗത്തിനകത്ത് ബഹുമാനായിക്കൊണ്ടുള്ള ജില്ലാ കളക്ടർ മുന്നിൽ എൻട്രൻസ് ഫീസുമായി കൊണ്ട് ബന്ധപ്പെട്ട്, രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ എൻട്രൻസ് ഫീസുമായി കൊണ്ട് ബന്ധപ്പെട്ട് 10 രൂപയിൽ നിന്നും 50 രൂപയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനെതിരെ വളരെ ശക്തമായിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ നടത്തിയിട്ടുള്ളത്. അന്ന് ആ യോഗത്തിന് അവസാനം ബഹുമാനായിക്കൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ കളക്ടർ വളരെ സൗമ്യനായിക്കൊണ്ട് ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയുണ്ടായി. ഈ ഒരു ആരോഗ്യമേഖല ഇതൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കോഴിക്കോട്ടെ ജില്ലാ കളക്ടർ അടക്കം ചിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കളിയാക്കുന്ന സാഹചര്യം ഈ ഒരു ജില്ലയിലെ ആരോഗ്യ മേഖലയുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ചില ആളുകൾ, ചില മീഡിയകൾ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടുത്തെ മന്ത്രിമാർ, ആ മന്ത്രിമാരെല്ലാവരും ചേർന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ റീഇംബേഴ്സ് ചെയ്തിട്ടുള്ളത് ചികിത്സയുമായി കൊണ്ട് ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന ഒരു സാഹചര്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായി സംസാരിക്കുന്നു.